പ്രൈസ് ലോർഡ്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവിൻ്റെ രണ്ടാം വരവിന് രണ്ട് ഫേസുകളാണ് ഉള്ളത്. ആദ്യത്തേത് രഹസ്യവരവ്, രണ്ടാമത്തേത് പരസ്യവരവ്. രഹസ്യവരവ് എന്ന് പറയുന്നത് റാപ്ചറിൻ്റെ സമയത്തുള്ള, ഉൽപ്രാവണത്തിൻ്റെ സമയത്തുള്ള കർത്താവിൻ്റെ വരവാകുന്നു. ഈ സമയത്ത് കർത്താവ് മധ്യാകാശം വരെ മാത്രമാണ് വരുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും നമ്മുടെ അവൻ്റെ അടുക്കലേക്കുള്ള എടുക്കപ്പെടലും ഇതാകുന്നു റാപ്ചർ. ഇതാണ് ആദ്യത്തെ ഫേസ്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിച്ചുളച്ചവരും അവനെ കാണും. ഇതാണ് രണ്ടാമത്തെ വരവായ പരസ്യവരവ്. പരസ്യവരവ് സംഭവിക്കുന്നത് 7 വർഷത്തിൻ്റെ അവസാനത്തിലാകുന്നു. 7 വർഷത്തെ കഷ്ടകാലത്തെ ട്രിബുലേഷൻ പീരീഡിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ആദ്യത്തെ 3.5 വർഷം കഷ്ടകാലം, അല്ലെങ്കിൽ ഉപദ്രവകാലം, അല്ലെങ്കിൽ ട്രിബുലേഷൻ പീരീഡ്. രണ്ടാമത്തെ 3.5 വർഷം എന്ന് പറയുന്നത് ഗ്രേറ്റ് ട്രിബുലേഷൻ, അല്ലെങ്കിൽ മഹാകഷ്ടകാലം, മഹാപീഡന കാലഘട്ടം. 7 വർഷം മഹോദ്രവ കാലഘട്ടം അല്ല. ഫസ്റ്റ് 3.5 ഇയർ ട്രിബുലേഷൻ ആകുന്നു. അത് 1260 ദിവസങ്ങൾ ആകുന്നു. സെക്കൻഡ് 3.5 ഇയർ എന്ന് പറയുന്നത് ഗ്രേറ്റ് ട്രിബുലേഷൻ ആകുന്നു. അതും 1260 ദിവസങ്ങളാകുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന്, നമ്മുടെ മലയാളം ബൈബിളിൽ ട്രാൻസ്ലേഷൻ്റെ മിസ്റ്റേക്കുകളുണ്ട്. ഇവിടെ വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തെറ്റാകുന്നു. ഇവിടെ വരേണ്ടത് വലിയ ഈഗിൾ, പരുന്തിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ഇതാണ് റാപ്ചർ, ഉൽപ്രാപണം. റാപ്ചർ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് സഭയെ കാണിക്കുന്നു. നമുക്കൊരു സ്ഥലം ഒരുക്കാനാണല്ലോ കർത്താവ് പോയിരിക്കുന്നത്. ആ സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കർത്താവ് തിരിച്ചു വരും, നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകുവാനായി. അപ്പോൾ സഭയെ കർത്താവ് ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നു. അതാണല്ലോ റാപ്ചർ. അവിടെ അവളെ എത്ര കാലമാണ് സംരക്ഷിക്കുന്നത്? 1 കാലവും 2 കാലവും അരക്കാലവും. അതാണ് സെക്കൻഡ് 3.5 ഇയർ, 1260 ദിവസങ്ങൾ. അതായത് ബൈബിൾ വചനപ്രകാരം റാപ്ചർ സംഭവിക്കുന്നത് 7 ഇയർ ട്രിബുലേഷൻ്റെ മധ്യഭാഗത്താകുന്നു, മിഡിൽ പോയിന്റിലാകുന്നു റാപ്ചർ സംഭവിക്കുന്നത്. 7 വർഷത്തിന് മുന്നേയും 7 വർഷത്തിൻ്റെ അവസാന ഭാഗത്തും റാപ്ചർ ഇല്ല. ഒറ്റ റാപ്ചർ മാത്രമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കുന്നത് 7 ഇയർ ട്രിബുലേഷൻ്റെ മധ്യഭാഗത്താകുന്നു റാപ്ചർ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.